യൂട്യൂബർ തൊപ്പിയുടെ സുഹൃത്തായി ശ്രദ്ധേയനായ അച്ചായൻ എന്ന സോജൻ വർഗീസ് ഏഞ്ചൽ കഴിഞ്ഞ ദിവസമാണ് വിവാഹിതനായത്. അമ്പലമുറ്റത്ത് വെച്ച് ഭാര്യയെ ചുംബിച്ചതിന്റെ പേരിലും പെൺകുട്ടിക്ക് 25 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലും വിമർശനങ്ങൾക്കിടയായി. ഇപ്പോഴിതാ പെട്ടെന്നുണ്ടായ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അച്ചായനും ഭാര്യ ആതിരയും. വാക്കുകൾ ഇങ്ങനെ: ആതിരക്കുട്ടിയും ഞാനും വിവാഹം കഴിച്ചതിന് ശേഷമുള്ള വീഡിയോയുടെ താഴെ ഒത്തിരി കമന്റുകൾ വന്നിട്ടുണ്ട്. എടാ, ഇവിടെ സൗന്ദര്യവും പ്രണയവും ഒന്നുമല്ല മുഖ്യം, പണമാണെന്നാണ്. അതിലൊരു കമന്റ്: എൻ്റെ പ്രിയപ്പെട്ട പൊതുജനമേ, എൻ്റെ കയ്യിൽ 10 പൈസയില്ല. പണം കണ്ടിട്ടൊന്നുമല്ല അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കാമെന്നൊരു വാക്ക് പറഞ്ഞു. പ്രണയിക്കാനൊന്നും പറ്റില്ല. കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തമാശയ്ക്കാണോ സീരിയസ് ആയിട്ടാണോ എന്നറിയില്ല. പുള്ളിക്കാരി എന്നോട് നാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് തിരിച്ചു ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞങ്ങൾ ഇന്നലെ കല്യാണം കഴിച്ച് കാണിച്ചത്. അത്രയും കുറഞ്ഞ സമയം കൊണ്ട് എടുത്ത തീരുമാനമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വിളിച്ചിട്ട് നീ കല്യാണം കഴിച്ച കാര്യം ഞങ്ങളെ അറിയിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഈ കുട്ടിയുടെ കഴുത്തിൽ താലി വെക്കുന്നത് വരെ ഇത് നടക്കുമോ എന്ന് എനിക്കും ഉറപ്പില്ലായിരുന്നു. മരടിലെ രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിക്കാനുള്ള പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചിരുന്നു. 1 മാസം നോട്ടീസ് പീരീഡ് വേണമെന്നാണ് അവർ പറഞ്ഞത്. വിദേശ രാജ്യത്തേക്ക് പോകാനാണെങ്കിലും 1 മാസത്തെ സമയം വേണം. അങ്ങനെയാവുമ്പോൾ ഇവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിക്കില്ലല്ലോ. പിന്നെ വിവാഹം കഴിക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചപ്പോഴാണ് 2 അമ്പലങ്ങളുടെ കാര്യം അറിയുന്നത്. 2 മാലയൊക്കെ വാങ്ങി വെച്ചതുകൊണ്ട് സംഭവം കളറായി. ഇത്രയും വയസ്സുള്ളവന് പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ കിട്ടിയെന്ന് പറഞ്ഞാണ് ബഹളം നടക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ ട്രോളുകളാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ട്രൈ ചെയ്യൂ, തീർച്ചയായും നിങ്ങൾക്കും പെൺകുട്ടിയെ കിട്ടുമെന്നാണ്. ഈ പൊട്ടൻ എങ്ങനെ പെണ്ണ് കിട്ടിയെന്ന് ചോദിക്കുന്നവരോട് ഞാൻ ട്രൈ ചെയ്തു, എൻ്റെ ട്രൈയിൽ ഇവൾ വീണു എന്നേ പറയാനുള്ളൂ. കള്ളക്കിളവൻ എന്നാണ് ആളുകൾ അച്ചായനെ വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹം കിളവനൊന്നുമല്ല. ഭംഗി നോക്കിയാലല്ലോ, മനസ്സ് നോക്കിയാണ് സ്നേഹിക്കുന്നതെന്നും ഭാര്യ ആതിര പറഞ്ഞു.